സൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ തൊലി ശ്രദ്ധിച്ചോ? പച്ചയുടെയും ബ്രൗണിന്റെയും വളരെ മികച്ചൊരു മിക്സ് ആണത്. അതായത് പുഴകളിലും കാടുകളിലും നിങ്ങൾക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ നല്ല അടിപൊളിയായിട്ട് ഒളിച്ചിരിക്കാം. ബേസിക്കലി നിങ്ങൾ അദൃശ്യനാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും വലിയ വലിയ ഇരകളെയൊക്കെ വേട്ടയാടുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബേസിക് ഐറ്റംസിൽ തന്നെ പിടിക്കാം. മിക്ക ദിവസങ്ങളിലും അധിക സമയവും നിങ്ങൾ പുഴയിലെ വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുകിപ്പാടി പോകുന്നു. കാരണം അതാണ് നമുക്ക് സേഫ്. പക്ഷേ വെള്ളത്തിലൂടെ അങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കണ്ണുകളും മൂക്കുകളും വെള്ളത്തിന്റെ മുകളിൽ പിടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അഥവാ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഏതെങ്കിലും ഇര കയറി വന്നു. അപ്പോ ഇനി നമുക്ക് ആക്ഷൻ ടൈമാണ്. നിങ്ങൾ ആദ്യം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ശേഷം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ഇത് കര വേറെ മോനെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരയുടെ അടുത്തേക്ക് ചാടി വീഴുന്നു. ശേഷം നിങ്ങൾ ഇരയെ ചുറ്റിമുറുക്കുന്നു. അങ്ങനെ ഉടനെ തന്നെ ഇരയുടെ കാറ്റ് പോകുന്നു. അങ്ങനെ ഡിന്നർ റെഡി. ഇപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ കൗമാരപ്രായത്തിലേക്ക് അടുത്തിരിക്കുന്നു. കാര്യങ്ങളൊക്കെ കുറെ മാറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കൂടുതൽ വലുതായി, ഫാസ്റ്റായി, ശക്തനുമായി. അതുകൊണ്ട് ഇനി ചപ്പട ചേലുകളും കുട്ടിത്തവളകളും ഒന്നും നിങ്ങൾക്ക് മതിയാവില്ല. അതൊക്കെ പിള്ളേർക്കുള്ളതാണ്. നമ്മൾ ഇനി കുറച്ചുകൂടി വലിയ വലിയ കളികളിലേക്ക് കടക്കുന്നു. അതെ, നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആണ്ടവാ ജസ്റ്റ് മിസ്, നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. കാരണം നിങ്ങൾ വലുതായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത്രക്ക് വലുതായിട്ടില്ല. നിങ്ങളെക്കാൾ വലിയ വേട്ടക്കാർ ഇപ്പോഴും ആ കാടുകളിലുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. പല പല പുലികളും മുതലകളും വലിയ വലിയ അനക്കോണ്ടകളും ഒക്കെ തക്കം കിട്ടിയ നിങ്ങൾ അകത്താക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്.